മഹൽ സമാഗമം കൊണ്ട് മനസ്സിലെ ദോഷം തീരുമോ എന്നതിനെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ വാൽമീകിയുടെ കഥ വളരെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം ആരായിരുന്നു? വെറും കൊള്ളക്കാരനായിരുന്നു. വഴിയെ പോകുന്ന ആളുകളെ കൊള്ള ചെയ്ത് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരാൾ യാദൃച്ഛികമായി കുറച്ചു നേരം മഹർഷിമാരൊരുമിച്ച് സംവദിക്കാനിട വന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിന് മരാമര, അതായത് രാമ 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 എന്ന് രാമനാമം ജപിക്കാനിട വന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാൽമീകത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്നു. അതാണ് വാൽമീകി എന്ന് പേര് വരാൻ തന്നെ കാരണം. കൊള്ളക്കാരൻ വാൽമീകിയായി ഉയർന്നു വന്നു. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഈ നന്മയുടെ വശം തൊട്ടുണർത്താൻ മഹാത്മാക്കൾക്ക് സാധിക്കും. അത്തരം മഹാത്മാക്കളുമായിട്ട് സംസർഗം ഉണ്ടായാൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ വശം ഉണർന്നുണർന്ന് അങ്ങനെ വരും. എല്ലാവരിലുമുണ്ട്, കൊള്ളക്കാരനുണ്ട്, വാൽമീകിയുമുണ്ട്. പക്ഷേ ഓരോരുത്തരെയും വാൽമീകിയായി ഉയർത്തണം. അതിന് എല്ലാവർക്കും കഴിവില്ല. ആ മഹാത്മാക്കളുമായിട്ട് സംസർഗമുണ്ടായാൽ ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാൽമീകി ഉണർന്നു വരും. സംശയിക്കേണ്ട, മഹത്സമാഗമം കൊണ്ട് ഏത് ദോഷവും തീരും എന്ന കാര്യം തീർച്ചയാണ്. എപ്പോഴും ഈ സംസർഗം കൊണ്ടാണല്ലോ ഈ ഗുണവും ദോഷവും ഉണ്ടായി തീരണത്. കരിങ്കല്ലുമ്മൽ മുല്ലപ്പൂവ് ഇങ്ങനെ ഉരച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിൻ്റെ സംസർഗം കൊണ്ട് കല്ലിനും കൂടി സുഗന്ധം തന്നെത്താൻ ഉണ്ടാവും. നേരെ മറിച്ച് ദുർഗന്ധമുള്ളൊരു സാധനമാണ് ഉരച്ചതെങ്കിലോ കല്ലിനും ആ ദുർഗന്ധമാണ് ഉണ്ടായിത്തീരുക. ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് 6 മാസം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും, മണ്ണിൻ്റെ സംസർഗം കൊണ്ട്. അതേ ഇരുമ്പുമ്മൽ എണ്ണ പുരട്ടി തീയിൽ വെച്ച് പഴുപ്പിച്ചാലോ തുരുമ്പ് പോവും എന്ന് മാത്രമല്ല തീക്കനൽ പോലെ അത് ജ്വലിക്കുകയും ചെയ്യും. തീയിൻ്റെ സംസർഗം കൊണ്ടാണ് ഇത്. അപ്പോൾ എപ്പോഴും ഈ സംസർഗം കൊണ്ട് ഏത് ദോഷവും തീരും എന്നത് തീർച്ച. അപ്പോൾ ദുസ്സംഗത്തിൻ്റെ ദോഷം തീരാൻ സത്സംഗമാണ് വേണ്ടത്. അമ്മേ, അതുകൊണ്ട് സത്സംഗത്തിൽ ഏർപ്പെടണം. ഭക്തന്മാരുമായിട്ട് മഹാത്മാക്കളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുക. സതാം പ്രസംഗാൽ, നല്ല ഭക്തന്മാരായ മഹാത്മാക്കളായ ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ അവർ ഈശ്വരകഥകൾ ഇങ്ങനെ പറയണത് കേൾക്കാം. ഭഗവാന് മാത്രമായിട്ട് കഥയില്ല. ഭഗവത് കഥ എന്ന് വെച്ചാൽ എന്താ? ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ച കഥയാണ്. ഭക്തന്മാർ ഓരോരോ ആപൽഘട്ടത്തിൽ പെടും. അവർ ഭഗവാനെ വിളിക്കും. ഓരോ രൂപത്തിൽ ചെന്നിട്ടാണ് ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുക. ഇങ്ങനെ നിരന്തരം ആപൽഘട്ടങ്ങളിൽ ഭക്തന്മാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സ് അറിയാതെ ഭഗവാനിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും. ഒരാൾ എന്ത് ചെയ്തു എന്ന് അറിയണം. അപ്പോഴേ ആളോട് സ്നേഹമോ ബഹുമാനമോ ഉണ്ടാവുള്ളൂ. ഭക്തന്മാരെ അനുഗ്രഹിച്ച ഭഗവാന്റെ കഥകൾ കേട്ടാൽ തന്നെത്താൻ ഭഗവാന് നിനക്ക് ആരാധനാ മനോഭാവം ഉണ്ടാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഭഗവത് കഥാശ്രവണം എന്നുള്ളത് കർണരസായനാഹ കഥാഹ, രസായനം കുടിക്കുമ്പോഴത്തെ അനുഭൂതിയാവും. ഈ ആയുർവേദത്തിൽ 2 തരം ചികിത്സ ഉണ്ടെന്നാണ് പറയുക. കഷായ ചികിത്സയുണ്ട്, രസായന ചികിത്സയുണ്ട്. കഷായ ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സ ഒട്ടും മധുര അനുഭവമല്ല. കഷായം എന്ന് പറഞ്ഞാൽ അത് കയ്പുള്ളതാണ്, ചവർപ്പുമൊക്കെ ഉള്ളതാണ്. രസായനം അങ്ങനെയല്ല. മരുന്ന് സേവിക്കുമ്പോഴും നല്ല മധുരം, സേവിച്ചാൽ രോഗം മാറുകയും ചെയ്യും. ഭക്തിമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? ഭഗവത് കഥാശ്രവണം എന്നതാണ്. ഭഗവത് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രസായനം സേവിക്കുമ്പോഴത്തെ മധുരാനുഭവം കേട്ട് 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 കുറച്ച് കഴിഞ്ഞാലോ തന്നെത്താൻ ഭക്തി ഇങ്ങനെ മനസ്സിൽ വളർന്നു വരലും. ഭക്തി ഉണ്ടാവാനും ഭഗവത് കഥ കേൾക്കണം, ഉണ്ടായ ഭക്തി വളർന്നു വരാനും ഭഗവത് കഥകൾ കേൾക്കുക തന്നെ വേണം. അതിനിടയ്ക്ക് മറ്റൊന്നും കൂടി ശ്രദ്ധിക്കണം. നന്നോ, ഈ ഭഗവത് കഥകൾ കേട്ട് ഉണ്ടായ ഭക്തി അത് ദൃഢപ്പെടുത്തണം. അതിനിടയ്ക്ക് ഭക്തിക്ക് വിരുദ്ധമായ ഏതെങ്കിലും ആരെങ്കിലും പറയണത് കേട്ടാൽ അതിന് ചെവി കൊടുക്കാതെ കണ്ടിരിക്കുകയും കൂടി വേണം. അസേവയായം പ്രകൃതിർ ഗുണാനാം. രോഗം മാറണമെങ്കിൽ എന്തു വേണം? വൈദ്യൻ തന്ന ഔഷധം വേണ്ട പോലെ പ്രയോഗിക്കണം. രോഗത്തിന് വിപരീതമായത് ചെയ്യാതെ കണ്ടിരിക്കുകയും കൂടി വേണം. അത് വേണ്ടേ? മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാണ്ടിരിക്കണം, ഉപ്പ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് കഴിക്കാണ്ടിരിക്കണം. ഇതുപോലെ ഭക്തിമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ചും നല്ലപോലെ ശ്രദ്ധിക്കണം. പ്രകൃതി ഗുണങ്ങളെ സേവിക്കാതെ കണ്ടിരിക്കുക. അതേസമയം ഭാഗവത ധർമ്മങ്ങളിലേക്ക് മനസ്സിനെ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ കേൾക്കേണ്ടത് കേൾക്കണം, അരുതാത്തത് കേൾക്കാതിരിക്കണം. പറയേണ്ടത് പറയണം, അരുതാത്തത് പറയാതെ കണ്ടിരിക്കണം. കാണേണ്ടത് കാണണം, അരുതാത്തത് കാണാതെ കണ്ടിരിക്കണം. ചെന്നെത്തേണ്ട സ്ഥലത്ത് ചെന്നെത്തണം, അരുതാത്ത സ്ഥലത്ത് ചെന്നെത്താതെ കണ്ടിരിക്കണം.
ഇത് വിവേകപൂർവം ഒരു ഭക്തൻ ചെയ്യേണ്ടതാണ്. അസേവയായം പ്രകൃതിർ ഗുണാനാം ജ്ഞാനേന വൈരാഗ്യവിജൃംഭിതേന. ഏതൊന്ന് കേട്ടാൽ, ഏതൊന്ന് കണ്ടാൽ, എവിടെ എത്തിയാൽ ഭക്തി വർദ്ധിക്കുമോ അവിടേക്കെത്തണം, അത് കാണണം, അത് കേൾക്കണം. തദ്വിപരീതമായതിലേക്ക് മനസ്സ് ചെന്നെത്താതെ കണ്ടിരിക്കുകയും കൂടി വേണം. അതുകൊണ്ട് അമ്മേ, ഭക്തിയാണ് ഒരുവനെ ആത്യന്തികമായ ശ്രേയസ്സിലേക്ക് നയിക്കുക. ദേവഹൂതി ചോദിച്ചു, ഭക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഏത് തരം ഭക്തിയെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്? ഭക്തി രണ്ട് തരം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ അനിമിത്തമായ ഭക്തിയുണ്ട്, സനിമിത്തമായ ഭക്തിയും ഉണ്ട്. സനിമിത്തമായ ഭക്തി എന്താ എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭരിക്കുക. ഇതാണ് സനിമിത്തമായ ഭക്തി എന്ന് പറഞ്ഞാൽ. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണം, റാങ്ക് കിട്ടണം, അങ്ങനെയുള്ള ചെറിയ കാര്യം. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗം കിട്ടണം എന്നുള്ളത്. ഇത് അരുതെന്നല്ലാട്ടോ പറഞ്ഞത്, നിഷിദ്ധമൊന്നുമല്ല. ഇത് സനിമിത്തമായ ഭക്തിയാണ്. ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടണം, പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ അവനവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടണം. ഇങ്ങനെയുള്ള ഓരോരോരോ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ സനിമിത്തമായ ഭക്തിയാണ്. എന്നാൽ ഇതല്ലാതെ കണ്ട് അനിമിത്ത ഭാഗവതീ ഭക്തി, അനിമിത്തമായ ഒരു ഭക്തിയുണ്ട്. എന്തിനാണ് ഭഗവാനെ ഭജിക്കണത് അതറിഞ്ഞുകൂടാ. കീർത്തനം പാടണം, നാമം ചൊല്ലണം, ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിക്കണം, ആരെങ്കിലും ഭഗവത് കഥ പറയുമ്പോൾ അത് കേട്ടിരിക്കണം. ആ കേട്ടിരിക്കുമ്പോഴത്തെ ഒരാനന്ദം, നാമം ചെല്ലുമ്പോഴത്തെ ഒരാനന്ദം, കീർത്തനം പാടുമ്പോഴത്തെ ഒരാനന്ദം, അതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ടതില്ല. ഇങ്ങനെ അകാരണമായ ഒരു ഭക്തി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭക്തി ഉണ്ടല്ലോ, അതാണ് ഉത്തമമായ ഭക്തി എന്ന് പറഞ്ഞാൽ. അത്തരം ഭക്തി ആർജിച്ചിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്നാൽ അവരെന്തൊക്കെയാ ചെയ്യുക? ഏ അന്യോന്യതോ ഭാഗവതാഹ പ്രസജ്യ. അവരൊരുമിച്ചിരുന്നാൽ ഭഗവത് കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ പ്രഭാവം, ഭഗവാന്റെ കരുണ, ഇത് രണ്ടിനെക്കുറിച്ചും അവർ ആവർത്തിച്ച് പറയും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈശ്വര കരുണയായിട്ടാണ്, ഈശ്വരാനുഗ്രഹമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അവർക്ക് ഐശ്വര്യം വന്നാൽ അതും ഈശ്വരാനുഗ്രഹം എന്നാണ് അവർ കരുതുക. നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ അതും ഈശ്വരാനുഗ്രഹമായിട്ടേ അവർ വിചാരിക്കുള്ളൂ. അങ്ങനെ എപ്പോഴും ഭക്തിഭാവത്തിൽ തന്നെ അങ്ങനെ അവരുടെ മനസ്സിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റേതായ ആനന്ദം എല്ലാ സമയത്തും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അത്തരം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഏത് രൂപത്തിലും വരും. അഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരു. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഏത് രൂപത്തിലും ഭഗവാൻ വരും. ഒരു സുഹൃത്തായിട്ട് വരും, ഈശ്വരനായിട്ട് വരും, ബന്ധുവായിട്ട് വരും, യജമാനായിട്ട് വരും, ഏത് രീതിയിലും വരും. അങ്ങനെ വരുമോ ഭഗവാൻ? അത് സംശയിക്കണ്ട. ഇപ്പോൾ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കപിലൻ ദേവഹൂതിക്കാരാ? പുത്രനാണ്. പുത്രനാണെന്ന് മാത്രമല്ല, ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുരുവും കൂടിയാണ്. അർജുനന് ശ്രീകൃഷ്ണൻ ആരായിരുന്നു? കുടുംബബന്ധുവാണ്, അതേസമയം ഗുരുനാഥനും സുഹൃത്തും എല്ലാമാണ്. ഹനുമാന് ശ്രീരാമൻ ആരായിരുന്നു? യജമാനനായിരുന്നു. സുദാമാവിന്, നമ്മുടെ കുചേലന് ശ്രീകൃഷ്ണൻ ആരായിരുന്നു? കൃഷ്ണൻ എൻ്റെ സുഹൃത്ത് എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ ഭക്തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏത് രീതിയിലും ഭഗവാൻ വരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഭഗവാനെ നിരന്തരം സ്മരിക്കണം, ഭഗവാനെ പൂജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് കഥകൾ വർണ്ണിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. ഏകാന്ത സ്ഥലത്തിരുന്നു കൊണ്ട് എത്രത്തോളം ഇത് ആവർത്തിച്ച് ചെയ്യണോ അത്രയും മനസ്സ് ഭഗവാൻക്കലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. ഭഗവാനിലേക്കിങ്ങനെ മനസ്സ് എത്തിക്കൊണ്ടിരുന്നാൽ സാധാരണ നിസ്സാരമായ ലൗകികമായ വിഷയങ്ങൾ ആ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് പോവുകയും ചെയ്യും. അതങ്ങനെ അല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. വടക്കോട്ട് നീങ്ങും തോറും തെക്ക് അകന്നു പോവാതെ കണ്ടിരിക്കില്ലല്ലോ. മനസ്സ് ഈശ്വരങ്കിലേക്ക് ഇങ്ങനെ ചെല്ലുന്തോറും ലോകവിഷയങ്ങൾ ആ മനസ്സിൽ നിന്ന് ചോർന്ന് പോവും. എത്രത്തോളം ലോകവിഷയങ്ങളിലേക്ക് മനസ്സ് ചെല്ലുന്നു അത്രയും അശാന്തി അനുഭവപ്പെടും. നേരെ മറിച്ച് എത്രത്തോളം ഈശ്വരങ്കിലേക്ക് മനസ്സിങ്ങനെ ചെല്ലണോ അത്രയും ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇതിന് അടിസ്ഥാനമായി എന്ത് വേണം? സജ്ജനങ്ങളുമായിട്ട് സംസർഗം വേണം. അപ്പോൾ ആദ്യം സത്സംഗം വഴിയായിട്ട് ഈശ്വര കഥാശ്രവണം, ഈശ്വര കഥാകീർത്തനം, നാമസങ്കീർത്തനാദികൾ,
തുടർന്ന് ചെയ്യുന്നതെല്ലാം ഈശ്വര പ്രീതിക്ക് വേണ്ടി ഇങ്ങനെ ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിൽ നല്ലപോലെ ഭക്തി വളർന്നു വരിക. അങ്ങനെ നല്ല ഉത്തമ ഭക്തനായാൽ അമ്മേ പിന്നെ ആൾക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. പ്രകൃതി ശക്തികളെ പോലും ഭയപ്പെടേണ്ടതില്ല. കൊടുങ്കാറ്റിനെ ഭയപ്പെടേണ്ട, അഗ്നിബാധയെ ഭയപ്പെടേണ്ട. എന്താ കാരണം? അൽഭയാദ്വാദി വാദോയം സൂര്യസ്തപതി മൽഭയാൽ. സർവേശ്വരനെ ഭയപ്പെട്ടിട്ടാണ് കാറ്റ് വീശണത്. ആ ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ് സൂര്യനും ചന്ദ്രനും യഥാസമയം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യണത്. അഗ്നി ജ്വലിക്കണതും ഇന്ദ്രൻ യഥാകാലം മഴ പെയ്യണതുമൊക്കെ ആ ഈശ്വരൻ്റെ ആജ്ഞാശക്തി കൊണ്ടാണ്. ആ സർവേശ്വരൻ്റെ ആജ്ഞാശക്തിയെ ചോദ്യം ചെയ്യാനോ ധിക്കരിക്കാനോ ധൈര്യമുള്ള കഴിവുള്ള ഒരാളും ഇന്നേ വരെ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ള സർവേശ്വരൻ്റെ അനുകമ്പയ്ക്ക് അനുഗ്രഹത്തിന് ഒരാൾ പാത്രീഭവിച്ചാൽ ആ ആളെ ദ്രോഹിക്കാൻ ഒരഗ്നിക്കോ ഒരു ഇന്ദ്രനോ ഒരു കൊടുങ്കാറ്റിനോ സാധിക്കില്ല. അതുകൊണ്ട് അമ്മേ, നിർഭയനായി ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവൻ ഭക്തിമാർഗത്തിലേക്ക് കടക്കുക തന്നെ വേണം. അതിന് സത്സംഗം തന്നെയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അമ്മേ, ഭക്തിയോഗമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യം, അതിനുതകുന്ന സജ്ജന സംസർഗത്തിൻ്റെ മാഹാത്മ്യം, ഇത് രണ്ടും ഭഗവാൻ കപിലൻ ദേവഹൂതിയെ കേൾപ്പിച്ചു. ദേവഹൂതി ഈ സമയത്ത് ചോദിച്ചു, ഈ പ്രകൃതി പുരുഷൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ എന്ന്. സാഖ്യം എന്ന ദർശനത്തിലാണ് പ്രകൃതി പുരുഷ വിവേകത്തിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുള്ളത്. അതാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ കേൾപ്പിക്കാൻ പോണത്.